ഇത് കണ്ട് ദേഷ്യം കയറിയ ഡീമൺ സ്ലെയർ, നിർത്ത്, നീ ഇങ്ങനെ കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നീ വെറും ദുർബലനാണ്, അതുകൊണ്ടാണ് നിനക്ക് നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഒരു ബഹുമാനവും തോന്നുന്നില്ല. ചിലപ്പോൾ ഡീമൺസിന് നിന്റെ അനിയത്തെ മാറ്റാൻ കഴിഞ്ഞേക്കാം, എന്നാൽ അവരാരും നിന്റെ വാക്കുകൾ കേൾക്കില്ല, കാരണം നീ ദുർബലനാണ്. എന്തുകൊണ്ട് ഞാൻ വന്നപ്പോൾ നിന്റെ കോടാലി എടുത്ത് നീ എന്റെ നേരെ വീശിയില്ല? എന്തിന് നിന്റെ ബലഹീനത നീ എന്നെ കാണിച്ചു? ഇങ്ങനെയുള്ള നീയാണോ നിന്റെ അനിയത്തെ സംരക്ഷിക്കാൻ പോകുന്നത്? ഇതെല്ലാം കേട്ട് ടാഞ്ചിറോയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. കരയരുത്, കരയാനുള്ള സമയമല്ലിത്. എനിക്ക് മനസ്സിലാവും, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. നിന്റെ കുടുംബമില്ലാതായി, ഇപ്പോൾ നിന്റെ അനിയത്തി ഡീമണുമായി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ വരികയായിരുന്നെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും എനിക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇത് കരയാനുള്ള സമയമല്ല, ദേഷ്യപ്പെടുക, നിനക്ക് കഴിയുന്ന അത്ര ദേഷ്യപ്പെടും. നിന്റെ ഉള്ളിലെ കോപത്തെ ഉണർത്ത്, അതാണ് നിന്നെ രക്ഷിക്കുക എന്നയാൾ മനസ്സിൽ പറഞ്ഞ് തന്റെ വാളെടുത്ത് നെസൂക്കോയെ കുത്തിയതും ടാഞ്ചിറോ വേണ്ട എന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്തെറിഞ്ഞ് ഒരു വശത്തേക്കോടി ഒരു കയ്യിൽ തന്റെ കോടാലിയും മറു കയ്യിൽ ഒരു കല്ലും എടുത്ത് ഡീമൺ സ്ലെയറിന്റെ നേരെ വന്ന് ആ കല്ലെടുത്തെറിയുന്നു. എന്നിട്ട് കോടാലിയുമായി അയാളുടെ നേരെ ഓടി വന്ന് വെട്ടാൻ തുടങ്ങിയത് സിമ്പിളായിട്ട് തന്റെ വാളിന്റെ പിടി